നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ഈ മന്ദിരം പൊളിപ്പീൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. എന്നാൽ യഹൂദന്മാർ അവനോട്, നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്തടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്നുത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസം കൊണ്ട് അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തൻ്റെ ശരീരമെന്ന മന്ദിരത്തെക്കുറിച്ച് അത്രേ പറഞ്ഞത്. അവനിത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. കർത്താവായ യേശുക്രിസ്തു യഹൂദ മഹാപുരോഹിതന്മാരുടെ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ ഈ ദുഷ്ചെയ്തിക്കെതിരെ, വ്യാജത്തിനെതിരെ, ധനസമ്പാദനത്തിനെതിരെ യേശു പ്രതികരിച്ചു. അപ്പോൾ ആളുകൾ കാളകളെയും കൊണ്ട്, ആടുകളെയും കൊണ്ട്, പ്രാവുകളെയും കൊണ്ട്, തങ്ങളുടെ നാണ്യപീഠങ്ങളെയും മേശകളെയും കൊണ്ടൊക്കെ ഓടി. ഇതറിഞ്ഞ യഹൂദ നേതാക്കന്മാർ യേശുവിൻ്റെ അടുക്ക വന്ന് ചോദിക്കുകയാണ്, ഇത് ചെയ്യാൻ നിനക്ക് അധികാരമുണ്ട്? അതായത് യഹോവയായ ദൈവം സ്ഥാപിച്ച ഈ യാഗ വ്യവസ്ഥ, വഴിപാടിൻ്റെ വ്യവസ്ഥ, ഇതിനെയൊക്കെ ലംഘിക്കാൻ, അതിനെയൊക്കെ ശാസിക്കാൻ, അല്ലെങ്കിൽ അതിനെയൊക്കെ ദൂരീകരിക്കാൻ, അതിനെയൊക്കെ നിഷ്കാസനം ചെയ്യാൻ നിനക്ക് അധികാരമുണ്ട് എന്നതിന് ഒരു അടയാളം കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, 3 നാൾ കൊണ്ട് ഞാനിതിനെ പണിയാം. അപ്പോൾ അവർ വിചാരിച്ചത് യെരുശലേം ദേവാലയം പൊളിപ്പീൻ എന്നാണ്. യെരുശലേം ദേവാലയം ഹെരോദാവ് 46 വർഷം കൊണ്ടാണ് പണിതത്. അത് 3 ദിവസം കൊണ്ട് പണിയും എന്ന് പറയുന്നത് എന്തോരു ഭോഷത്വമാണ് എന്നവർ പരസ്പരം നോക്കി ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ യേശു യെരുശലേം ദേവാലയത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്, തൻ്റെ ശരീരമായ ആലയത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. യേശു നമുക്കറിയാം, പത്രോസിനോട് പറഞ്ഞു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നിന്റെ മേൽ പണിയുമെന്നല്ല, പത്രോസെ നിന്റെ മേൽ പണിയുമെന്നല്ല. 2 ഗ്രീക്ക് വാക്കുകളാണ് അവിടെ ഉപയോഗപ്പെട്ടിട്ടുള്ളത്. നീ പത്രോസാകുന്നു എന്ന് പറഞ്ഞാൽ നീ പാറക്കഷ്ണമാകുന്നു. പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പാറക്കഷ്ണമെന്നാണ്. ഈ പെട്രാമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, അതായത് വലിയ പാറമേൽ എന്നാണ്. നീ ഒരു പാറക്കഷ്ണമാണ്, നീ ഒരു കൽക്കഷ്ണമാണ്, എന്നാൽ പെട്രാമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. വലിയ പാറമേൽ അടിസ്ഥാനമിട്ട് ഞാൻ സഭയെ പണിയുമെന്നാണ് യേശു പറഞ്ഞത്, അല്ലാതെ പത്രോസിൻ്റെ മേൽ പണിയുമെന്നല്ല. പക്ഷേ ക്രൈസ്തവ ഗോളത്തിലെ ഭൂരിപക്ഷം ആളുകളും പറയുന്നത് പത്രോസിൻ്റെ മേലാണ് യേശു സഭ പണിതിരിക്കുന്നതെന്നാണ്. യേശു യുഗങ്ങളുടെ പാറയാണ് എന്ന് ധാരാളം വാക്യമുണ്ട്. പാറയായ ദൈവം എന്ന് ധാരാളം വാക്യമുണ്ട്. അതാണ് യേശു ഉദ്ദേശിച്ചത്. താൻ പാറയാണ്, ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ടെന്ന് പത്രോസ് എഴുതിയിട്ടുണ്ട്. അല്ലാതെ ജീവനുള്ള കല്ലായ എൻ്റെ അടുക്കൽ നിങ്ങളൊക്കെ വന്നിട്ടെന്നല്ല. യേശുവിൻ്റെ അടുക്കൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ജീവനുള്ള കല്ലുകളായി തീർന്നിരിക്കുന്നു എന്നാണ് പത്രോസ് എഴുതിയിട്ടുള്ളത്. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ല്, ജീവനുള്ള കല്ലെന്നൊക്കെയാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് എഴുതിയിട്ടുള്ളത്. പക്ഷെ അതിനെ ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ ഈ മന്ദിരം പൊളിപ്പി 3 നാൾ കൊണ്ട് പണിയാം എന്ന് യേശു പറഞ്ഞത് യെരുശലേം ദേവാലയത്തെക്കുറിച്ചാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. പീലാത്തോസിൻ്റെ അടുക്കലും മഹാപുരോഹിതൻ്റെ അടുക്കലും ഒക്കെ അവർ ഈ കാര്യം പറയാനിടയായി. അവന് ദേവാലയം പൊളിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് ഒരു കുറ്റം യേശുവിൻ്റെ മേൽ അവർ ആരോപിക്കാൻ ഇടയായി. പക്ഷേ യേശു തൻ്റെ ശരീരത്തെക്കുറിച്ചാണ്. എനിക്കിതിന് അധികാരമുണ്ടെന്നുള്ളത് ഏറെ താമസിയാതെ നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ എൻ്റെ ശരീരമാകുന്ന ദേവാലയം പൊളിക്കും. കാൽവറിയിൽ അതാണ് സംഭവിച്ചത്. ഒരു പടയാളി അവൻ്റെ
ചങ്ക് കുത്തി തുറന്നു എന്ന് വായിക്കുന്നുണ്ട്. ആപാദചൂടും യേശുവിനെ അടിച്ചു എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ യേശു പറയുകയാണ്, ദൈവം വസിക്കുന്ന എൻ്റെ ശരീരമായ ആലയത്തെ നിങ്ങൾ പൊളിക്കുക, ഞാൻ 3 നാൾ കൊണ്ട് അതിനെ പണിയാം. ശരിയാണ്, ഈ അടിച്ച് കീറപ്പെട്ട കൈയും കാലുമൊക്കെ തുളയ്ക്കപ്പെട്ട, ചങ്ക് തുളയ്ക്കപ്പെട്ട യേശു 3-ാം ദിവസം വളരെ ആരോഗ്യത്തോടുകൂടെ നടക്കാനുള്ള 7 നാഴിക എമ്മൂസ് വരെ നടക്കാനുള്ള ആരോഗ്യത്തോടുകൂടെ യേശു ഉയർത്തെഴുന്നേൽക്കാൻ ഇടയായി. അതാണ് യേശു നൽകിയ ഏറ്റവും വലിയ അടയാളം. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യത്തിലൂടെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവ്. തീർച്ചയായിട്ടും ബൈബിളിലെ പ്രവചനങ്ങളെയൊക്കെ നിവർത്തിച്ചാണ് യേശു ഉയർത്തത്. സങ്കീർത്തനങ്ങളിലുണ്ട്, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കയില്ല. 16 സങ്കീർത്തനത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. കാരണം യേശുവിൻ്റെ ശരീരം ഈ മണ്ണിൽ നിന്ന് എടുത്തതല്ല. ആദാമിൻ്റെ ശരീരം മണ്ണുകൊണ്ടുള്ളതാണ്, എന്നാൽ യേശു മണ്ണുകൊണ്ടുള്ളവനല്ല, സ്വർഗീയനാണ്. അതുകൊണ്ട് ഈ കല്ലറയ്ക്ക് യേശുവിനെ പിടിച്ചു വയ്ക്കുവാൻ, അല്ലെങ്കിൽ ശവക്കുഴിക്ക് യേശുവിനെ തിന്നുകളയുവാൻ കഴിഞ്ഞില്ല. യേശുവിൻ്റെ ശരീരം ദ്രവത്വം കണ്ടില്ല, തേജസ്സോടെ ഉയർത്തെഴുന്നേറ്റു. യേശു അധികാരിയായ ദൈവമാണെന്ന് തെളിയിക്കാനുള്ള ഏറ്റവും വലിയ അടയാളമായിരുന്നു അത്. നമുക്കത് മനസ്സിലാക്കാൻ ദൈവം ഭാഗ്യം തന്നു. ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് യേശു. നമുക്ക് വേണ്ടി നരകം ഏറ്റവനാണ് യേശു. നമുക്ക് യേശുവിനെ മഹത്വമോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.